നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഗോവിന്ദന്റെയും പിണറായി വിജയന്റെയും ഒക്കെ ധാർഷ്ട്യത്തിന്, കോടതിയെ പോലും വെല്ലുവിളിച്ച ആ അഹങ്കാരത്തിന് CBI കേരളത്തിൽ വന്ന് ഒരു പുണ്ണാക്കും പുടുങ്ങാൻ പോകുന്നില്ല എന്നുള്ള ഇവരുടെ അഹങ്കാരത്തിന് ഉച്ചന്തല പൊളിയുന്ന അടിയാണ് ഇപ്പോൾ കോടതിയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. നവീൻ ബാബുവിന്റെ ഭാര്യയെ വെല്ലുവിളിച്ചതിനും അവർക്ക് നേരെ അവർ CBI അന്വേഷണത്തിന് കോടതിയെ സമീപിച്ചതിൽ അവർക്ക് നേരെ ചീറിയെടുത്ത ഈ CPMന്റെ തലതൊട്ടപ്പന്മാരുടെ എല്ലാം പിളർക്കുന്ന ഒരടിയാണിപ്പോൾ കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ, CBI അന്വേഷണം വേണ്ട എന്നായിരുന്നു MV ഗോവിന്ദന്റെയും അതുപോലെ തന്നെ സർക്കാരിന്റെ നിലപാടായി പിണറായി വിജയൻ പറഞ്ഞതും ഒക്കെ. ഒരു വലിയ ചതിയായിരുന്നു ആ കുടുംബത്തോട് ഈ സർക്കാർ കാണിച്ചത്. ആ കുടുംബത്തിനൊപ്പം നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കാല് വാരുന്ന പരിപാടിയാണ് കാണിച്ചത്. പക്ഷേ ഇവിടെ ദൈവത്തിന്റെ ഒരു കയ്യൊപ്പുണ്ട്. ഇപ്പോൾ CBI അവരുടെ നിലപാട് കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഹൈക്കോടതി ആവശ്യപ്പെട്ടാൽ ഞങ്ങൾ കേസ് ഏറ്റെടുക്കാൻ തയ്യാറാണ്. ഈ ഒരു പ്രഖ്യാപനം വന്നതോടുകൂടി തന്നെ കണ്ണൂരിലെ CPMന്റെ അടിത്തറ ഇളകിയിട്ടുണ്ട്. ചെങ്ങളായി ഗ്രൂപ്പിന്റെ അടിവേരിളക്കുന്നതാണ് CBIയുടെ ഈ പ്രഖ്യാപനം. PP ദിവ്യയോട് നമ്മൾ മുൻപ് അവരെ ഓർമ്മിപ്പിച്ച ഒരു കാര്യമുണ്ട്, നിങ്ങൾ കരയാൻ പോകുന്നതേ ഉള്ളൂവെന്ന്. തലശ്ശേരി സെഷൻസ് കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടി പുറത്തിറങ്ങുമ്പോൾ എന്തായിരുന്നു ഈ PP ദിവ്യയുടെയും അതോടൊപ്പം തന്നെ MV ഗോവിന്ദന്റെയും ശ്യാമള ഉൾപ്പെടെയുള്ള കണ്ണൂരിലെ CPMകാരുടെയൊക്കെ അഹങ്കാരവും നെകളിപ്പും. അന്ന് ആ കുടുംബം ഒറ്റപ്പെട്ടു നിൽക്കുകയായിരുന്നു. നവീൻ ബാബുവിന്റെ ഭാര്യയെ ആരും ആശ്വസിപ്പിക്കാൻ ചെന്നില്ല. അവരുടെ മക്കളെ ചേർത്ത് പിടിക്കാൻ ഈ CPMലെ ഒരു നെറികെട്ടവരും ചെന്നില്ല. അങ്ങനെ ഈ നെറികെട്ടവരൊന്നും അവർക്കൊപ്പം നിൽക്കണ്ട, അങ്ങനെയുള്ള ആരും തന്നെ അവർക്കൊപ്പം വേണ്ട എന്ന് അവർ തുടക്കത്തിലെ പ്രഖ്യാപിച്ചു കഴിഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെയാണല്ലോ നിയമ വഴിയിലൂടെ അവർ മുൻപോട്ട് പോകാൻ തീരുമാനിച്ചതും കൃത്യമായ നടപടികൾ സ്വീകരിച്ചതും. അങ്ങനെ മഞ്ജുഷ എന്ന ആ സ്ത്രീയുടെ പോരാട്ടമാണ് ഇന്നിപ്പോൾ ഹൈക്കോടതിക്ക് മുന്നിൽ ഒരു വിജയമായി നമുക്ക് മുന്നിൽ തെളിഞ്ഞു നിൽക്കുന്നത്. പ്രതീക്ഷയാണ് മഞ്ജുഷയുടെ ഈ പോരാട്ടം. കേരളത്തിൽ നീതി നഷ്ടപ്പെടുന്ന ഓരോ മനുഷ്യർക്കുമുള്ള പ്രതീക്ഷയും പോരാടാനുള്ള ഒരു പ്രതീകവുമാണ് മഞ്ജുഷ. അങ്ങനെയായി നിൽക്കുകയാണ് മഞ്ജുഷ കേരള സമൂഹത്തിന് മുന്നിൽ. ഇവിടെയാണ് നമുക്ക് ദിവ്യയെ ചിലതൊക്കെ ഓർമ്മിപ്പിക്കാനുള്ളത്. നിങ്ങളുടെ അഹങ്കാരത്തിന്, നിങ്ങളുടെ ധാർഷ്ട്യത്തിന്, CPMകാരി എന്ന ആ കൊമ്പൊടിക്കുന്ന നീക്കമാണ്, അതിന്റെ ആദ്യ പടിയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നടന്നിരിക്കുന്നത്. അതായത് CBI ഈ കേസ് ഏറ്റെടുക്കാൻ തയ്യാറാണ്. അവർ അതിന് തയ്യാറായി മുന്നിലേക്ക് വരുമ്പോൾ ഇനി ആകെയുള്ള ഒരു കടമ്പ ഹൈക്കോടതിയാണ്. ഹൈക്കോടതിക്ക് തീരുമാനിക്കാം. ഹൈക്കോടതിയുടേതാണ് അന്തിമ തീരുമാനം. അല്ലാതെ പിണറായി വിജയന്റെയോ MV ഗോവിന്ദന്റെയോ വാക്കല്ല ഇവിടെ അന്തിമമാകുന്നത്, ഹൈക്കോടതിയുടേതാണ്. ഹൈക്കോടതിയിൽ ഈ കേസ് എത്തുമ്പോൾ തലശ്ശേരി സെഷൻസ് കോടതിയുടെയും അതുപോലെ തന്നെ കണ്ണൂർ കോടതിയുടെയും ഈ കേസിലുള്ള എല്ലാ റിപ്പോർട്ടുകളും ഹൈക്കോടതിക്ക് മുന്നിലെത്തും. ഹൈക്കോടതിക്ക് മുന്നിൽ ഈ റിപ്പോർട്ടുകൾ എത്തുമ്പോൾ ഇതിൽ PP ദിവ്യയ്ക്ക് മുൻപേ കുരുക്കിട്ട് വെച്ചിട്ടാണ് ജാമ്യം കൊടുത്തത് തലശ്ശേരി സെഷൻസ് കോടതി. അതായത് എല്ലാ കാര്യങ്ങളും ഈ വിഷയത്തിൽ സംശയാസ്പദമായി ഉയർന്നു നിൽക്കുന്ന എല്ലാ വിഷയങ്ങളും അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് തലശ്ശേരി കോടതിയും കണ്ണൂർ കോടതിയും കാര്യങ്ങൾ തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നത്. ആ റിപ്പോർട്ടാണ് ഹൈക്കോടതിക്ക് മുന്നിലെത്താൻ പോകുന്നത്. അപ്പോൾ ഹൈക്കോടതിക്ക് ഇതിൽ പ്രഥമ ദൃഷ്ട്യാ തന്നെ ദുരൂഹതയുണ്ട് എന്ന് വ്യക്തമാകും. ഈ കേരളത്തിൽ ആർക്കാണ് ആ വിഷയത്തിൽ ഒരു സംശയമുള്ളത്? അതായത് നവീൻ ബാബു മരിച്ചു, ആത്മഹത്യയാണ് എന്ന് വരുത്തി തീർക്കാൻ CPM കേന്ദ്രങ്ങളാണ് ഇവിടെ ആദ്യം തന്നെ നീക്കം നടത്തിയത്. ആ കുടുംബത്തെ പോലും ആദ്യ മണിക്കൂറുകളിൽ അത് ഉറപ്പിച്ച് അവരെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമമായിരുന്നു പിന്നീട് CPM നടത്തിയത്. അതായത് നവീൻ ബാബു ആത്മഹത്യ ചെയ്തു എന്നുള്ളത്. അത് PP ദിവ്യയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള CPMന്റെ ആദ്യ കളിയായിരുന്നു. ഇവിടെ ചില പിഴവുകൾ നവീൻ ബാബുവിന്റെ കുടുംബത്തിന് സംഭവിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത്, നവീൻ ബാബു മരിച്ചതിന് ശേഷം ഈ കുടുംബം എത്തുന്നതിന് മുൻപാണ് പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം ധൃതി പിടിച്ച് നടപ്പാക്കിയത്. എന്തിനായിരുന്നു ഇത്ര ധൃതി? ആ കുടുംബത്തിൽ നിന്നുള്ള ആരെങ്കിലും എത്തുന്നതിന് മുൻപ് എന്തിന് പോസ്റ്റ്മോർട്ടം നടപടികൾ ദ്രുതഗതിയിൽ നടപ്പിലാക്കി? പിന്നീട് ഈ കുടുംബത്തിന് പറ്റിയ വലിയ ഒരു പിഴവാണ്, ചെറിയ പിഴവല്ല, വലിയ പിഴവാണ്. അതായത് നവീൻ ബാബുവിന്റെ ബോഡി സംസ്കരിച്ചതിൽ, അതായത്
ഹിന്ദു ആചാരപ്രകാരം ഒരാൾ മരണപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ ബോഡി അഗ്നിക്ക് ഇരയാക്കണം എന്നുള്ളതാണ്. അതായത് ഒന്നെങ്കിൽ കുഴിച്ചിടുകയോ അങ്ങനത്തെ രീതികളൊന്നുമല്ല. പെട്ടിക്കുള്ളിലാക്കി മണ്ണിൽ സംസ്കരിക്കുന്ന രീതിയല്ല ഹിന്ദുക്കൾക്കുള്ളത്. നമ്മുടെ ആചാരപ്രകാരം അത് അഗ്നിയിൽ ലയിച്ചു ചേരണം എന്നുള്ളതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ബോഡി ദഹിപ്പിക്കുകയായിരുന്നു. പക്ഷേ ആ കുടുംബം അതിന് തയ്യാറാകരുതായിരുന്നു. പകരം ഒരു റീപോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയുള്ള നീക്കങ്ങൾ അന്ന് നടത്തിയിരുന്നുവെങ്കിൽ ഇതിൽ ഒരു വലിയ ഒരു നീക്കം പിന്നീട് നിയമ നടപടികളുമായി മുൻപോട്ട് പോകുമ്പോൾ ഈ കുടുംബത്തിന് അനുകൂലമായ പല കാര്യങ്ങളിലും ഒരു തീർപ്പ് കൽപ്പിക്കാൻ എളുപ്പത്തിൽ കഴിയുമായിരുന്നു. എന്നാൽ ആരൊക്കെയോ ചേർന്ന് ആ കുടുംബത്തെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചോ എന്നുള്ള ഒരു ചോദ്യവും പ്രസക്തമായി ഉയർന്നു വരികയാണ്. അതിൽ കൂടുതൽ വിവരങ്ങളിലേക്ക് ഇനി കടക്കേണ്ടതുണ്ട്. നമുക്ക് പറയാനുള്ളത് ഈ CPMകാരുടെ അഹന്തയെക്കുറിച്ചാണ്. പി ദിവ്യയോട് നമ്മൾ മുൻപ് ഒരു മുന്നറിയിപ്പ് എന്നോണം പറഞ്ഞിരുന്നു, നിങ്ങൾ കരയാൻ പോകുന്നതേ ഉള്ളൂ. ഈ കേസ് ഹൈക്കോടതിയിലെത്തുമ്പോൾ, മഞ്ജുഷ പോരാട്ടവുമായി ഹൈക്കോടതിയിലെത്തുമ്പോൾ കളിയാകെ മാറുമെന്ന്. അങ്ങനെ അതിൻ്റെ ആദ്യ പടിയാണിത്. ഹൈക്കോടതിക്കാണ് ഇനി തീരുമാനമെടുക്കാനുള്ള എല്ലാ റൈറ്റും ഉള്ളത്. ഹൈക്കോടതി CBIക്ക് വിടും എന്നുള്ള ഒരു വിശ്വാസമാണ് ഇപ്പോൾ എല്ലാവർക്കും ഉള്ളത്. കാരണം ഈ കേസിൽ പോലീസ് ഉൾപ്പെടെ തയ്യാറാക്കി കോടതിക്ക് മുന്നിൽ എത്തിച്ചിരിക്കുന്ന എല്ലാ റിപ്പോർട്ടുകളിലും അടിമുടി ദുരൂഹതയുണ്ട്. അപ്പോൾ CBI അന്വേഷണം ആവശ്യപ്പെടും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു വിശ്വാസം. എന്തായാലും അത്തരത്തിലൊരു നീക്കത്തിലേക്ക് കടക്കും എന്നുള്ളതാണ് നമ്മൾ പ്രത്യാശിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നെ ഉണ്ടാകട്ടെ എന്നുള്ളതാണ്. കാരണം നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയുടെ പോരാട്ടം, ആ 2 പെൺമക്കളുടെ പോരാട്ടം കണ്ടില്ല എന്ന് നടിക്കാൻ ഹൈക്കോടതിക്ക് കഴിയില്ല. കാരണം സർക്കാരോ CPMോ ഒന്നും തന്നെ ആ കുടുംബത്തിനൊപ്പമില്ല. അവർ നീതി തേടിയെത്തിയിരിക്കുന്നത് ഹൈക്കോടതിക്ക് മുന്നിലാണ്. അതുകൊണ്ട് തന്നെ അവരെ കണ്ടില്ല എന്ന് നടിക്കാൻ ഒരിക്കലും ഹൈക്കോടതിക്ക് കഴിയില്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെയും വിശ്വാസം. പി ദിവ്യയ്ക്ക് ഇനി എണ്ണപ്പെട്ട നാളുകളാണ്. അതായത് കൗണ്ട് ഡൗൺ തുടങ്ങിയെന്ന് തന്നെ പറയാം. രക്ഷപ്പെട്ടു എന്നാണ് ഇതുവരെ പി ദിവ്യ കരുതിയിരുന്നത്. അതായത് ജയിലിൽ നിന്നിറങ്ങുമ്പോൾ തന്നെ ആനയിച്ചെഴുന്നള്ളിച്ചു കൊണ്ടുവരാൻ വലിയൊരു ഗ്രൂപ്പ് തന്നെയാണല്ലോ, CPMന്റെ തലമുതിർന്ന ആൾക്കാരൊക്കെയാണല്ലോ ജയിലിന്റെ പരിസരത്തുണ്ടായിരുന്നത്. അതുകൊണ്ട് പി ദിവ്യ കരുതിയിട്ടുണ്ടാകും, ഇനി എന്നെ സംരക്ഷിക്കാൻ പാർട്ടിയുണ്ട്, പാർട്ടിക്കപ്പുറത്തേക്ക് മറ്റൊരു വാക്കില്ല എന്നുള്ളത്. അവിടെയാണ് CPMനും പി ദിവ്യയ്ക്കുമൊക്കെ പിഴവ് സംഭവിച്ചിരിക്കുന്നത്. അതായത് നിങ്ങളുടെ കണക്കുകൂട്ടലുകളല്ല നടക്കാൻ പോകുന്നത്. ഇന്നാട്ടിൽ നീതിയും നിയമവും കോടതിയും നിയമവ്യവസ്ഥിതികളും ഒക്കെയുണ്ട്. നിങ്ങളുടെ പാർട്ടി കോടതികൾക്കും മുകളിലാണ് അതൊക്കെ. എന്തായാലും ഹൈക്കോടതി CPMന് കടുംവെട്ടായി മാറിയിരിക്കുകയാണ്. ഒരു തരത്തിലും ഇനിയിപ്പോൾ CPMന്റെ കളി ഈ കാര്യത്തിൽ നടക്കാൻ പോകുന്നില്ല. ഇതുവരെ CPM വലിയ അമിത ആത്മവിശ്വാസമായിരുന്നു CBI ഈ കേസ് ഏറ്റെടുക്കില്ല എന്നുള്ളത്. തങ്ങൾക്ക് ഈ കേസ് ഏറ്റെടുക്കാൻ സമയമില്ല, മറ്റ് കേസുകളൊക്കെ ഞങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കാനുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്കിതിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞ് CBI പിന്മാറും എന്നാണ് ഇതുവരെ സർക്കാരും അമിത ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത്. എന്നാൽ കളി ആകെ മാറിപ്പോയി. ഇപ്പോൾ പന്ത് നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ കോർട്ടിലാണ്. വീണ്ടും നിങ്ങൾക്ക് നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ കാല് പിടിക്കേണ്ടി വരും. ഒരു തവണ നിങ്ങൾ അവരെ ചതിച്ചതാണ്, ഞങ്ങളൊപ്പമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ ഇനിയും നിങ്ങളുടെ പൊയ്വാക്കുകളിലും മുഖംമൂടിയിലും വീഴാൻ ആ കുടുംബം തയ്യാറാകില്ല. കാരണം നല്ല ബുദ്ധിയുള്ള സ്ത്രീയാണ് മഞ്ജുഷ. അവർക്കറിയാം എങ്ങനെ മുൻപോട്ട് പോകണം എന്നുള്ളത്. ഒരു നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ഇപ്പോൾ CPMനെ അടപടലം വലിച്ചു കീറിക്കൊണ്ട് അവരുടെ കരണം പുകച്ചുകൊണ്ട് ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട് ശക്തിധരൻ. അതുകൂടി നമുക്ക് ഒന്ന് കേട്ടു നോക്കാം. CPM പൊളിറ്റ് ബ്യൂറോ അംഗങ്ങളിൽ സ്വതന്ത്ര കേരളം ഇന്നോളം കണ്ടിട്ടുള്ളതിൽ അതിനീചനും മനസാക്ഷിയില്ലാത്തവനുമായ നേതാവ് ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരമായി ഒന്നാമനാകാൻ മത്സരിക്കുകയാണോ പിണറായി വിജയനും MV ഗോവിന്ദനും തമ്മിൽ? ആന്തൂരിലെ സാജൻ എന്ന പ്രവാസി വ്യവസായിയെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട് ഒരു കുടുംബത്തോട് പക വീട്ടിയ ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയെ ആർക്കും മറക്കാനാകില്ല. ഇപ്പോഴിതാ മറ്റൊരു കുടലയുടെ രക്ഷക വേഷത്തിലാണ് ഈ അപൂർവ മിഥുനങ്ങൾ. ശ്യാമളയുടെ ആരാണ് മലയാള മനോരമ പത്രാധിപർ? നവീൻ ബാബു കേസിലെ സുപ്രധാന ദിനമെന്നിരിക്കെ അതേക്കുറിച്ച് ഒരു വരി പോലും വാർത്ത അച്ചടിക്കാതെ മനോരമ അത് പൂഴ്ത്തി. വാർത്ത കൊടുക്കരുതെന്ന് ആരാണ് കൽപ്പിച്ചത്? മനോരമയ്ക്കിപ്പോൾ ആരുടെ ഒറ്റുകാരന്റെ പണിയാണ്? കഴിഞ്ഞ വട്ടം ഇതേ കേസ് കോടതിയിൽ എത്തിയപ്പോഴും മനോരമ തമസ്കരിച്ചു. പപ്പ മാറിയോ മനോരമേ?
കോളിളക്കം സൃഷ്ടിക്കുന്ന ഈ വാർത്ത 30 ലക്ഷം കോപ്പികളിൽ നിന്ന് മുറിച്ചു മാറ്റിയ മനോരമയുടെ തന്തയില്ലായ്മയ്ക്കെതിരെ പ്രതികരിക്കാൻ ഏതെങ്കിലും ഉണ്ണാമൻ ഇവിടെ ഉണ്ടോ? കലികാലം തന്നെ. PK ശ്യാമള ഒരു ചെറിയ മീനല്ല എന്ന് കണ്ണൂർ ജയിലിൽ PP ദിവ്യയെ വരവേൽക്കാൻ എത്തിയപ്പോൾ തന്നെ മനസ്സിലായി. നവീൻ ബാബുവിന്റെ മരണത്തിന് ഉത്തരവാദികളെ കണ്ടെത്തണമെന്നുള്ള ജനകീയ അഭിലാഷം നിറവേറ്റാൻ രാജ്യത്തെ പരമോന്നത അന്വേഷണ ഏജൻസിയുടെ സേവനം വിട്ടുകൊടുക്കാൻ പാടില്ല എന്ന് സംസ്ഥാന സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി തീരുമാനം എടുപ്പിച്ചതിലൂടെ തന്നെ ഈ മിഥുനങ്ങളുടെ സ്വാധീന ശക്തി മനസ്സിലായി. CBI കൂട്ടിലടച്ച തത്തയായതുകൊണ്ട് ഈ അന്വേഷണം അനുവദിക്കില്ലെന്ന MV ഗോവിന്ദന്റെ ഭാഷ്യം മുഖതാവിൽ നിന്ന് തന്നെ കേരളം കേട്ടു. തത്തയ്ക്ക് പകരം അന്നത്തെ ജഡ്ജി ഗ്ലാസ് നോസ്റ്റ് എന്നോ പെരിസ്ട്രോയിക്ക എന്നോ എഴുതിയിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. എന്നാൽ ഇതേ CBIയെ കൊണ്ട് ഈ സർക്കാർ അടുത്തയിടെ പോലും നടത്തിയ അന്വേഷണങ്ങളെക്കുറിച്ച് ചോദിച്ചാൽ ഗോവിന്ദന് മിണ്ടാട്ടമില്ല. പാർട്ടി പ്രസ്ഥാനത്ത് വരുന്ന കേസുകളായാൽ CBI പാടില്ല എന്നാണ് പുതിയ ന്യായം. കണ്ണൂരിലെ ഒട്ടേറെ നേതാക്കൾ ചെയ്തു കൂട്ടിയ കൊടും പാതകങ്ങൾ പിടികൂടപ്പെട്ടാലോ എന്നതാണ് ഭയം. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യമായിരുന്നിട്ടും അത് കഴിയും വരെ പാർട്ടിക്ക് ഒരു ദോഷവും ഉണ്ടാകാതിരിക്കാൻ ആത്മസംയമനം പാലിച്ചതാണ് മഞ്ജുഷ ചെയ്ത തെറ്റ്. നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പമാണെന്ന ജനങ്ങളോട് പറഞ്ഞ് പറ്റിച്ചല്ലോ എന്നാണ് ഗോവിന്ദൻ അർമാദിക്കുന്നത്. ഈ താടകയെ 2 ആഴ്ചയിലേറെ ഒളിവിൽ പാർപ്പിച്ച് സംരക്ഷിച്ചപ്പോൾ നവീൻ ബാബുവിന്റെ കുടുംബം അതും സഹിച്ചു. എന്നിട്ടും പഴി മുഴുവൻ മഞ്ജുഷയ്ക്ക്. മനുഷ്യത്വം വറ്റിപ്പോയ ചില ചാനൽ കീടങ്ങൾ എങ്ങനെയാണ് ഈ ദുഷ്ടതയ്ക്ക് കൂട്ടുനിൽക്കുന്നതെന്നാണ് അത്ഭുതപ്പെടുത്തുന്നത്. കേരളത്തിൽ CPM അടിമുടി ഉന്മൂലനത്തിലേക്ക് തള്ളപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് തിരിച്ചറിയുന്ന ഘട്ടത്തിലും അതിനാക്കം കൂട്ടുന്ന തീരുമാനമെടുക്കുന്ന മന്ദബുദ്ധിക്കാരനാണോ MV ഗോവിന്ദൻ? നവീൻ ബാബുവിന്റെ സംശയകരമായ മരണം സംബന്ധിച്ച് CPM എന്ന പാർട്ടിയുടെ അന്ത്യത്തിന് തുടക്കമാകും എന്നാണ് ഞാൻ ഭയപ്പെടുന്നത്. PP ദിവ്യയുടെ ഭീഷണിക്ക് വഴങ്ങി CBI അന്വേഷണം പാർട്ടി തള്ളിയാൽ ജനങ്ങൾ പാർട്ടിയെ തുടച്ചു നീക്കും. മറിച്ചായാൽ ദിവ്യയുടെ ഭീഷണിയിൽ പാർട്ടി ത്രിശങ്കുവിലാകും. MV ഗോവിന്ദനെ നടു റോഡിൽ ഉടുതുണി ഉരിച്ചു നിർത്തിയിരിക്കുകയാണ് ദിവ്യ. ഗോവിന്ദന്റെ ഭാര്യ ശ്യാമളയെ ജയിലിൽ കിടന്നുകൊണ്ട് പോലും വരച്ച വരയിൽ നിർത്തി ഇളിഭ്യയാക്കാൻ കഴിഞ്ഞ ദിവ്യ പെൺവേഷം കെട്ടിയ പുരുഷനാണ്. കൊല്ലുന്നത് തിന്ന് അറപ്പില്ലാത്ത പാർട്ടിയാകുമ്പോൾ ദിവ്യയെയും ഭയക്കണം. അവിടെ മനുഷ്യജീവന് വിലയില്ല. ദിവ്യ MV ഗോവിന്ദനിലൂടെ ഫാസിസത്തെയാണ് ഉയർത്തിപ്പിടിക്കുന്നത്. ദിവ്യ കിടുവാണെന്ന് ഓരോ കണ്ണൂർകാരനും തലകുലുക്കി സമ്മതിക്കുന്നു. കമ്മ്യൂണിസത്തെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി പ്രണയിച്ചവരാണ് കണ്ണൂരിലെ യോദ്ധാക്കൾ. ആ കാലഘട്ടം MVRന്റെ രംഗപ്രവേശത്തോടെ അവസാനിച്ചു. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വിമർശനമാണ് ശക്തിധരനും CPMനെതിരെ നടത്തിയിരിക്കുന്നത്. എന്തായാലും വലിയൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. CBI തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയതോടെ ഇനിയിപ്പോൾ കോടതിക്ക് കാര്യങ്ങൾ തീരുമാനിക്കാം. PP ദിവ്യയ്ക്ക് ഇനി ഉറക്കമില്ലാത്ത നാളുകൾ തന്നെയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.